ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ സഞ്ജുവിന്റെ പിറന്നാൾ സമ്മാനം സ്വാതിയും ലച്ചുവും സഞ്ജുവിന്റെ റൂമിൽ വെച്ച് താഴെ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായി എത്തുന്നു. ഈ സമയത്ത് ലച്ചു നടത്തുന്ന ആ ഗെയിമിനെ കുറിച്ച് ദക്ഷയും സഞ്ജനയും എല്ലാവരെയും അറിയിക്കുന്നു. അവസാനം സഞ്ജു ഏത് ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരുന്നതെന്നും ആ ഡ്രസ്സ് ആര് സെലക്ട് ചെയ്തതാണോ അവരോടാണ് സഞ്ജുവിന് സ്നേഹം കൂടുതൽ എന്നും പറയുന്നു. അങ്ങനെ സഞ്ജു ലച്ചു നൽകിയ ആ ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നത് കണ്ട് സ്വാതിയുടെ മനസ്സാകെ തകരുന്നു. പിന്നീട് സഞ്ജു സ്വാതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. സ്വാതിയാണോ ലച്ചുവാണോ അവിടെ വെച്ച് കവറിന്റെ ഉടമസ്ഥൻ എന്ന് അറിയത്തില്ലായിരുന്നെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ റൂമിലിരുന്ന ആദ്യത്തെ കവറിൽ നിന്ന് താൻ ഡ്രസ്സ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സഞ്ജു പറഞ്ഞ് സമാധാനിപ്പിച്ച് കഴിയുമ്പോഴേക്കും സഞ്ജുവിൻ്റെ പിറന്നാൾ ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവരും സഞ്ജുവിനെ വിഷ് ചെയ്യുന്നു. അതിനുശേഷം കേക്ക് കട്ട് ചെയ്തതിന് ആദ്യ പീസ് എടുത്ത് സഞ്ജു സ്നേഹത്തോടെ സ്വാതിയുടെ വായിൽ വെച്ചു കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ലച്ചു സഞ്ജുവിനെ പിടിച്ചു വലിച്ച് തൻ്റെ നേരെ നിർത്തി ആ കേക്ക് പീസ് ലച്ചു സഞ്ജുവിൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്നു. ആ കാഴ്ച കണ്ടതോടെ സ്വാതി ആകെ നിരാശയിലാകുന്നു. പിന്നീട് സഞ്ജുവിൻ്റെ സ്നേഹത്തോടെയുള്ള ആ കേക്ക് പീസ് സ്വാതിയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് ലച്ചു കഴിക്കുന്നത് കണ്ടതോടെ സ്വാതിക്ക് നിയന്ത്രണം വിടുന്നു. സ്വാതി ദേഷ്യത്തോടെ സഞ്ജുവിനോട് പറയുന്നു, അപ്പോൾ സഞ്ജുവിന് എന്നോടല്ല ഇഷ്ടം, സഞ്ജുവിനോട് സ്നേഹം കൂടുതൽ ലച്ചുവിനോടാണ് അല്ലേ, ഇവളോടാണ് സഞ്ജുവിന് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ച് സ്വാതി കലി തുള്ളിക്കൊണ്ട് ആ ഇരുന്ന കേക്ക് വലിച്ചെറിയുന്നു. അത് കണ്ടതോടെ എല്ലാവരും ആകെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ സഞ്ജനയും ദക്ഷയും അവരുടെ ലക്ഷ്യം നിറവേറ്റിയതിൻ്റെ സന്തോഷത്തിൽ പുഞ്ചിരിച്ചു. കവിതയും അവർക്കൊപ്പം ചേർന്ന് ആ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു നിൽക്കുമ്പോൾ സ്വാതി ദേഷ്യത്തോടെ ഇനി താൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ തൻ്റെ ബാഗുമെടുത്ത് മംഗലശ്ശേരിയുടെ പടിയിറങ്ങുന്നു. സഞ്ജു പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതാകുമ്പോൾ സ്വാതിയുടെ വേർപാടിൽ വേദനയോടെ നിൽക്കുന്ന സഞ്ജുവിനരികിലേക്ക് ലച്ചു ഓടിയെത്തുകയും സഞ്ജുവിനെ കെട്ടിപ്പിടിച്ച്, എനിക്കറിയില്ല ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് എനിക്കറിയില്ല സഞ്ജുവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു സങ്കടത്തോടെ സഞ്ജുവിൻ്റെ നെഞ്ചിലേക്ക് ചേരുന്നു.